ഹായ് എവരിവൺ, എല്ലാവരെയും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ കടപ്പുറം എന്ന അതിമനോഹരമായൊരു ദ്വീപിലാണ്. ഇവിടെ തൊണ്ടച്ചൻ ദേവസ്ഥാനത്ത് കളിയാട്ട മഹോത്സവവുമായി ബന്ധപ്പെട്ടിട്ട് കണ്ടനാർ കേളൻ തെയ്യം കെട്ടിയാടുന്നുണ്ട്. അപ്പോൾ കേളൻ്റെ വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ കൂടുതലായിട്ട് കേളനെക്കുറിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പുലർച്ചെ 3:30 മണിക്കാണ് ഞാൻ ഈ ദേവസ്ഥാനത്ത് എത്തിച്ചേർന്നത്. അത്യാവശ്യം നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. 4 മണിക്ക് തെയ്യം പുറപ്പെടും എന്ന് അറിഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ 5 മണിയായിട്ടും കണ്ടനാർക്കേളൻ തെയ്യത്തിൻ്റെ പുറപ്പാട് കണ്ടില്ല. കാസർഗോഡ് ജില്ലയുടെ തെക്കേ അറ്റത്തായി കാണുന്ന മനോഹരമായ ഒരു ദ്വീപിലാണ് ഈ ദേവസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിന് അടുത്തൊരു പ്രദേശമായിട്ടും ഈ സ്ഥലം വരും. ഈ സമയത്തിനിടയിൽ ക്ഷേത്രമൊക്കെ ഞാനൊന്ന് ചുറ്റിക്കണ്ടു. എല്ലാവരും കേളൻ്റെ അഗ്നിപ്രവേശനം കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഞാൻ ക്ഷേത്രത്തിൻ്റെ അകത്തെത്തിയപ്പോഴേക്കും കേളൻ്റെ മുഖത്തെഴുത്ത് അവസാന ഘട്ടത്തിലെത്തിയിരുന്നു. കോലധാരിയുടെ നെഞ്ചിൽ കാണുന്ന 2 നാഗങ്ങളുടെ ചിത്രങ്ങൾ കേളൻ തെയ്യത്തിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേളൻ തെയ്യത്തിൻ്റെ കഥ ചുരുക്കി പറയുകയാണെങ്കിൽ, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്തുള്ള രാമന്തളിയിലെ കുന്നരു എന്ന പ്രദേശത്ത് ഭൂപ്രഭുവായിരുന്ന മേലെടുത്ത് ചക്കിയമ്മ എന്നൊരു സ്ത്രീ താമസിച്ചിരുന്നു. ആ സ്ത്രീക്ക് വയനാട്ടിലെ പൂമ്പുനത്തിൽ വെച്ച് ഒരു ആൺകുഞ്ഞിനെ കളഞ്ഞു കിട്ടി. ആ കുഞ്ഞ് വളർന്നു വലുതായി ആരോഗ്യവാനായി തീർന്നു. അതോടൊപ്പം കുന്നരു പ്രദേശം സമ്പൽ സമൃദ്ധിയിലാണ്ടു. അങ്ങനെയിരിക്കെ ചക്കിയമ്മ വയനാട്ടിലെ തൻ്റെ സ്ഥലമായ പൂമ്പുനത്തിലേക്ക് കേളനെ പറഞ്ഞു വിട്ടു. ആ സ്ഥലം കൃഷിയോഗ്യമാക്കാൻ കേളൻ അവിടത്തേക്ക് പുറപ്പെട്ടു. പൂമ്പനത്തിലെ 4 പ്രദേശങ്ങൾ തീയിട്ട് നശിപ്പിക്കുവാൻ തുടങ്ങി. അങ്ങനെ തീയിട്ട് കേളൻ 4ാമത്തെ പ്രദേശവും തീയിട്ടപ്പോൾ കേളന് ചാടിക്കടക്കാവുന്നതിലും ഉയരത്തിൽ തീ ആളിക്കത്തുവാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ കേളൻ സ്വയരക്ഷയ്ക്കായി അടുത്തുള്ള ഒരു നെല്ലിമരത്തിലേക്ക് ചാടിക്കയറുകയുണ്ടായി. അവിടെ കാളിയെന്നും കരാളിയെന്നും പേരുള്ള 2 നാഗങ്ങൾ പാത്തിരുന്ന സ്ഥലമായിരുന്നു. ഉഗ്രമിഷമുള്ള നാഗം അവരുടെ സ്വയരക്ഷയ്ക്കായി കേളൻ്റെ മാറിലേക്ക് ആഞ്ഞുകൊത്തുകയുണ്ടായി. ഉടനെ തന്നെ കേളനും 2 നാഗങ്ങളും അഗ്നിയിലേക്ക് മറിഞ്ഞു വീഴുകയും കത്തി വെണ്ണീരാവുകയും ചെയ്തു. എന്നാൽ ഇതുവഴി വന്ന വയനാട്ടുകുലവൻ ദൈവം ഇത് കാണുകയും തൻ്റെ പാദത്താൽ കേളനെ സ്പർശിക്കുകയും അങ്ങനെ കേളന് പുനർജന്മം ലഭിക്കുകയും കേളൻ ദൈവക്കരുവായി മാറിയെന്നും ഐതിഹ്യം.